ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 6 ട്രയാങ്കിൾസിലെ എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 10 എന്നും എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ചോദ്യം. CD and GH are respectively the bisectors of angle ACB and EGF such that D and H lie on side AB and FE of triangle ABC and EFG respectively. If triangle ABC is similar to triangle FEG, show that. നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് പ്രകാരം നമുക്ക് രണ്ട് ട്രയാങ്കിൾ വരക്കാം. ഓക്കെ, നമുക്ക് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ACB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഇതാ ACB, അതേപോലെ തന്നെ EGF എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഇനി അതിൽ ഇവിടെ CD എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആണ് പറഞ്ഞിട്ടുണ്ട്. CD ആൻഡ് GH ആർ റെസ്പെക്റ്റീവ്ലി ദ ബൈസെക്ടേഴ്സ്. ACBന്റെ ബൈസെക്ടർ ആണ് CD എന്ന് പറയുന്നത്, EGFന്റെ ബൈസെക്ടർ ആണ് GH എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് AB എന്ന് പറയുന്ന സൈഡിലാണ് D, EF എന്ന് പറയുന്ന സൈഡിലാണ് H. നമ്മളുടെ കണ്ടീഷൻ പ്രകാരം നമ്മളിവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചു. ഇനി ഗിവൺ ദാറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ FEGയും എന്താണ് സിമിലർ ആണ്. ഏതൊക്കെയാ? ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ FEGയും സിമിലർ ആണ് എങ്കിൽ ഇവിടെ നോക്കിയേ, ആംഗിൾ A എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ആംഗിൾ Fന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ആംഗിൾ B എന്ന് പറയുന്നത് ആംഗിൾ Eക്ക് ഈക്വൽ ആയിരിക്കും. ആംഗിൾ B എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ B, അത് ആംഗിൾ Eക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ആംഗിൾ C എന്ന് പറയുന്നത് ആംഗിൾ Gക്ക് ഈക്വൽ ആയിരിക്കും. ഇനി കൺസിഡർ ട്രയാങ്കിൾ ADC ആൻഡ് FGH. ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക, ADCയും FGHും ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ADC ഇതും FGH ഇതും. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തെളിയിച്ചിട്ട് അതിൻ്റെ റേഷ്യോ നമ്മളിവിടെ എഴുതണം. അപ്പം നമുക്കിത് കിട്ടും. നോക്കുക, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ F ആണ് നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ആംഗിൾ Cയും ആംഗിൾ Gയും ഈക്വൽ ആണ്. ഓക്കെ, ഇത് മുഴുവനായിട്ട് ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയും ഈക്വൽ ആവില്ലേ? CDയും GHും ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയല്ലേ ACD എന്ന് പറയുന്ന ആംഗിളും അതേപോലെ FGH എന്ന് പറയുന്ന ആംഗിളും. ഓക്കെ, ഒന്നുകൂടെ, ആംഗിൾ Aയും ആംഗിൾ Fഉം ഈക്വൽ ആണ്. കാരണം നമ്മളുടെ ABC സിമിലാരിറ്റി വെച്ച് നമ്മൾ പറഞ്ഞു. ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ Fന്, ആംഗിൾ B എന്ന് പറയുന്നത് ആംഗിൾ Eക്ക്, ആംഗിൾ C എന്ന് പറയുന്നത് ആംഗിൾ Gക്ക്. അപ്പോൾ ആംഗിൾ Aയും ആംഗിൾ Fഉം ഈക്വൽ ആണ്. ഈ ആംഗിൾ Cയും ആംഗിൾ Gയും ഈക്വൽ ആണ്. പോരാത്തതിന് ഇത് ഇതിൻ്റെ ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ ആംഗിളുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈസെക്ടർ അതിനെ പകുതിയാക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ആ പകുതിയുള്ള ആംഗിളുകളും ഈക്വൽ ആവും. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിൾ എന്തായി? സിമിലർ ആയി. ഇനി സിമിലാരിറ്റി, സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ഹാവ് സെയിം റേഷ്യോ. അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിക്കോളൂ കേട്ടോ മക്കളെ. ദ ആംഗിൾ Aക്ക് ഓപ്പോസിറ്റ് ആണ് CD. A എന്ന് പറയുന്നത് Fന് ഈക്വൽ ആണ്. അപ്പോൾ CD/GH. ഇനി അടുത്തത് മൂന്നാമത്തെ ആംഗിൾ, ഈ ആംഗിൾ, രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആകും. അതിന് ഓപ്പോസിറ്റ് ആണ് AC. അത് H എന്ന് പറയുന്ന ഈ ആംഗിളിനാണ് ഈക്വൽ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആണ് GF അല്ലെങ്കിൽ FG. അപ്പോൾ AC/FG. നമ്മളുടെ ഫസ്റ്റത്തെ ആൻസർ ആയല്ലോ, CD/GH ഈക്വൽ ടു AC/FG. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് DCBയും HGയും. ഞാൻ ആ രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. DCB അതേപോലെ തന്നെ EGH. ഓക്കെ, B എന്ന് പറയുന്ന ആള് Eക്ക് ഈക്വൽ ആണ്. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. B എന്ന് പറയുന്ന ആള് Eക്ക് ഈക്വൽ ആണ് ഈ രണ്ട് ആംഗിൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Cയും Gയും ഈക്വൽ ആണ്. അതിൻ്റെ പകുതിയാണല്ലോ ഈ ആംഗിൾ ബൈസെക്ടർ വരക്കുമ്പോൾ പകുതിയല്ല ഇത് വരിക. അപ്പോൾ BCDയും EGHും എന്താവും? ഈക്വൽ ആവും. എന്തുകൊണ്ടാണ് BCDയും EGHും ഈക്വൽ ആയെന്ന് മനസ്സിലായോ? അത് ഞാനിവിടെ എഴുതിയിട്ടില്ല കേട്ടോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതിയതാണ്. Cയും Gയും ഈക്വൽ ആണ് എങ്കിൽ അതിൻ്റെ ബൈസെക്ടർ വരക്കുമ്പോൾ അത് എത്രയാണോ അതിൻ്റെ നേരെ പകുതിയല്ലേ ആകുക. അപ്പോൾ ആ പകുതിയും എന്താകും? ഈക്വൽ ആവും. അപ്പോൾ ആ കണ്ടീഷൻ അഥവാ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടിയാൽ ട്രയാങ്കിൾ എന്താകും? സിമിലർ ആകും. അപ്പം നമുക്ക് പറയാം ട്രയാങ്കിൾ DCB എന്ന് പറയുന്നത് ട്രയാങ്കിൾ HEG എന്നുണ്ട് ഇവിടെ കേട്ടോ മക്കളെ. G ഇവിടെ വിട്ടുപോയതാണ്. HGE എന്നാണ്, ഞാനവിടെ G വിട്ടുപോയി, സെൻട്രലാണ് G വരേണ്ടത് കേട്ടോ. HGE എന്ന് പറയാൻ പറ്റും.
ഓക്കെ, എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ബി എന്ന് പറയുന്നത് ഇക്ക് ഈക്വൽ ആണ്, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സി എന്ന് പറയുന്നത് ജിക്ക് ഈക്വൽ ആണ്, സി എന്ന് പറയുന്ന ആംഗിള് ജിക്ക് ഈക്വൽ ആണ്, അതിന്റെ ബൈസെക്ടറും അപ്പൊ എന്താകും, ഈക്വൽ ആകും. ഇനി മൂന്നാമത്തത് ഡി സി എയും എച്ച് ജി എഫും, ഡി സി എയും എച്ച് ജി എഫും. ഓക്കെ, എ എന്ന് പറയുന്നത് എഫിന് ഈക്വൽ ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് എഫിന് ഈക്വൽ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിയും ജിയും ഈക്വൽ ആണ് എങ്കിൽ സി ഡി എച്ച് ജി എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടേഴ്സ് അല്ലേ, അപ്പോൾ ആംഗിൾസ് എന്താവും, ഈക്വൽ ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി സി എ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും, സിമിലർ ആയിരിക്കും, എച്ച് ജി എഫിന് സിമിലർ ആയിരിക്കും. ഏത് ക്രൈറ്റീരിയ, എ സിമിലാരിറ്റി ക്രൈറ്റീരിയ. ഏത് ക്രൈറ്റീരിയ, എ സിമിലാരിറ്റി ക്രൈറ്റീരിയ. നോക്കി, എ എന്ന് പറയുന്ന ആംഗിൾ എഫിന് ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. സോ എ സിമിലാരിറ്റി പ്രകാരം ആൻഡ് ദിസ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ.